വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പം നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പോളം വരും. ഈ പാല് നല്ലതുപോലെ തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ പിസ്തയും 2 ടേബിൾ സ്പൂൺ ബദാമും 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഡ്രിങ്ക് ഡെയിലി ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബദാം, പിസ്ത, അതുപോലെ തന്നെ കാഷ്യൂനട്ടിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തണുപ്പിച്ച പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുക്കുന്നുണ്ട്. ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കസ്കസ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡ്രിങ്ക് സെർവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രിങ്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലായി അല്പം ബദാമും കാഷ്യൂനട്ടും പിസ്തയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.